ഇന്ത്യക്കാർ മേധാവിത്വം പുലർത്തുന്ന രാജ്യങ്ങളുടെ എണ്ണം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ വളരെയധികമുണ്ട്. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായ അമേരിക്കയിൽ പോലും ഇന്ത്യക്കാർക്ക് വലിയ സ്വാധീനമുണ്ട്. 44 ലക്ഷം ഇന്ത്യക്കാർ അമേരിക്കയിൽ താമസിക്കുന്നു. അവരിൽ ഭൂരിഭാഗവും ഉയർന്ന ശമ്പളമുള്ളവരും ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്നവരുമാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിലും ബിസിനസ് മേഖലയിലും ഇന്ത്യക്കാർക്ക് വമ്പിച്ച സ്വാധീനമുണ്ട്. അതുപോലെ വടക്കേ അമേരിക്കയിൽ കാനഡ 16 ലക്ഷം ഇന്ത്യക്കാർ താമസിക്കുന്ന ഒരു രാജ്യമാണ്. കാനഡയിലെ മന്ത്രിസഭയിൽ എപ്പോഴും 3 ഇന്ത്യക്കാരെങ്കിലും ഉണ്ടാവും. ഇന്ത്യക്കാരുടെ മേധാവിത്വം കൂടുതലായതുകൊണ്ട് ഈ അടുത്ത കാലത്തായി ഇന്ത്യക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാനഡയിലേക്ക് യാത്ര ചെയ്യുന്നത് അപകടകരമാണെന്ന് ഇന്ത്യ ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ടൊറന്റോ നഗരത്തിൽ 6 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട്. കൂടുതലും പഞ്ചാബികളാണ് കാനഡയിൽ താമസിക്കുന്നത്. ദക്ഷിണ അമേരിക്കയിലെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പരമ്പരാഗതമായി ഇന്ത്യക്കാർ കൂടുതലുള്ള ഒരു കൊച്ചു രാജ്യമാണ്. 5 ലക്ഷത്തോളം ഇന്ത്യക്കാർ ഇവിടെ താമസിക്കുന്നു. ഇന്ത്യക്കാർക്ക് രാഷ്ട്രീയത്തിൽ മുൻകൈയുള്ളതുകൊണ്ട് 2 തവണ ഈ രാജ്യത്തിലെ പ്രധാനമന്ത്രി ഇന്ത്യക്കാരൻ ആയിരുന്നിട്ടുണ്ട്. അതുപോലെ ഇന്ത്യക്കാർക്ക് ഭരണം പിടിച്ചെടുക്കാൻ പറ്റിയ മറ്റൊരു രാജ്യമാണ് പസഫിക് രാജ്യമായ ഫിജി. 8 ലക്ഷത്തോളം ഇന്ത്യക്കാർ ഫിജിയിൽ താമസിച്ചിരുന്നു. അവർ വോട്ടവകാശമുള്ളവരായതുകൊണ്ട് പ്രാദേശികവാസികളെക്കാൾ എണ്ണത്തിൽ കൂടുതലായപ്പോൾ ഇലക്ഷനിൽ ജയിക്കുകയും ഹരിയാന സ്വദേശിയായ മഹേന്ദ്ര ചൗധരി പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. പക്ഷേ ഒരു ഇന്ത്യക്കാരൻ പ്രധാനമന്ത്രിയായത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പട്ടാള വിപ്ലവത്തിലൂടെ അദ്ദേഹത്തെ പുറത്താക്കുകയും ഇന്ത്യക്കാരുടെ സ്വത്തുക്കളും ഷോപ്പുകളും ആക്രമിക്കുകയും ചെയ്തു. പകുതിയോളം ഇന്ത്യക്കാർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റി. പക്ഷേ ഭരണം നഷ്ടപ്പെട്ടു. ഫിജിയിലുള്ള ആളുകൾക്ക് മാത്രമേ ഇപ്പോൾ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ആകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വലിയൊരു എണ്ണം ഇന്ത്യക്കാർ ഫിജിയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി. അവരുടെ സാമ്പത്തിക അവസ്ഥ വളരെ മെച്ചപ്പെടുകയാണ് ഉണ്ടായത്. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ 7 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട്. അവരുടെ നല്ലൊരു ഭാഗം ഫിജിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരാണ്. അതുപോലെ ഇന്ത്യ മഹാസമുദ്രത്തിലെ മൗറീഷ്യസ് എന്ന രാജ്യം 65% ഇന്ത്യക്കാരാണ്. മൗറീഷ്യസിലെ ഭരണവും ബിസിനസ്സും പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് ഇന്ത്യയാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് അനുകൂലമായി എപ്പോഴും കൈവെക്കുന്ന ഏക രാജ്യം മൗറീഷ്യസ് ആണ്. മിലിറ്ററി കമാൻഡർമാർ പോലും പലപ്പോഴും ഇന്ത്യക്കാരെയാണ് അവർ നിയമിക്കുന്നത്. നരേന്ദ്രമോദി എന്തെങ്കിലും പറഞ്ഞാൽ അത് അതേപടി അനുസരിക്കുന്ന ഒരു രാജ്യമാണ് മൗറീഷ്യസ്. അതുപോലെ ഫ്രാൻസിന്റെ ഒരു സംസ്ഥാനമായ റീയൂണിയൻ ഇന്ത്യക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള റിസോർട്ട് ജീവനക്കാരും റെസ്റ്റോറന്റ് ജീവനക്കാരുമാണ്. സൗത്ത് ആഫ്രിക്കയിൽ ഇപ്പോൾ 14 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യക്കാർ കൂടുതലും കച്ചവടക്കാരും വിദ്യാസമ്പന്നരായ ഉദ്യോഗസ്ഥന്മാരുമായതുകൊണ്ട് ദക്ഷിണാഫ്രിക്കക്കാർക്ക് ഇന്ത്യക്കാരെ ഇഷ്ടമല്ല. ഇന്ത്യക്കാരുടെ മേധാവിത്വം കുറക്കണമെന്നും ഇന്ത്യക്കാരെ പുറത്താക്കണമെന്നും ഇപ്പോൾ ഒരാവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. നെൽസൺ മണ്ടേലയുടെ പ്രാദേശികവാദമാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉണ്ടാവാൻ കാരണം. അതുപോലെ സിംഗപ്പൂർ 6,50,000 ഇന്ത്യൻ വംശജർ സിംഗപ്പൂരിൽ താമസിക്കുന്നു. ഭൂരിഭാഗം ആളുകൾക്കും പൗരത്വം കിട്ടിയിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് രാഷ്ട്രീയത്തിൽ അവർക്ക് മേൽക്കൈയുണ്ട്. മലയാളിയായ ദേവൻ നായർ 42 വർഷം മുമ്പ് സിംഗപ്പൂരിന്റെ രാഷ്ട്രപതിയായി മാറി. ഇന്ത്യയുടെ അയൽരാജ്യമായ നേപ്പാളിലും വളരെയധികം ഇന്ത്യക്കാരുണ്ട്. 30 ലക്ഷത്തോളം ഇന്ത്യൻ വംശജർ നേപ്പാളിൽ താമസിക്കുന്നു. പലർക്കും നേപ്പാളി പൗരത്വമുണ്ട്. അതുപോലെ മിക്ക അറേബ്യൻ രാജ്യങ്ങളും ഇന്ത്യക്കാരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ചില അറേബ്യൻ രാജ്യങ്ങൾ ഇന്ത്യയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ 34 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. കൂടുതൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ബിസിനസ് മേധാവികളും ഇന്ത്യക്കാരായതുകൊണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇന്ത്യക്കാരാണ് എന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സൗദി അറേബ്യയിൽ 25 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. ഇന്ത്യക്കാർക്ക് വേണ്ടത്ര മേധാവിത്വം പുലർത്താൻ ഇവിടെ പറ്റിയിട്ടില്ല. കാരണം ശമ്പളം കുറഞ്ഞ തൊഴിലാളികളാണ് കൂടുതലും സൗദി അറേബ്യയിലുള്ള ഇന്ത്യക്കാർ. അതിനേക്കാൾ കൂടുതൽ ഇന്ത്യക്കാരുണ്ട് മലേഷ്യയിൽ 29 ലക്ഷം. പക്ഷേ മലേഷ്യയിൽ ശക്തമായ ഇന്ത്യ വിരോധമുള്ളതുകൊണ്ട് ഇന്ത്യക്കാരെ തുടർച്ചയായി അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും സമ്പന്നരായ ബിസിനസ്സുകാരാണ് കൂടുതൽ ഇന്ത്യക്കാരുമെന്നുള്ളതുകൊണ്ട് അവർക്ക് നന്നായി പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള രാജ്യങ്ങളിലൊന്നാണ് നെതർലൻഡ്സ്. ഏകദേശം 1,20,000 ഇന്ത്യക്കാർ നെതർലൻഡ്സിൽ താമസിക്കുന്നു. ഭൂരിഭാഗം പേരും സുരിനാമിൽ നിന്ന് വന്നവരാണ്. പണ്ട് ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിൽ 80,000 ഇന്ത്യക്കാരുണ്ടായിരുന്നു. പക്ഷേ
50 വർഷം മുമ്പ് രാഷ്ട്രപതി ഇദി അമീൻ ഇന്ത്യക്കാർ ആവശ്യമില്ല എന്ന് കണ്ടെത്തുകയും ബലം പ്രയോഗിച്ച് അവരെ പുറത്താക്കുകയും ചെയ്തു. തലമുറകളായി സമ്പാദിച്ച സ്വത്തുക്കളും വാഹനങ്ങളും സമ്പത്തും ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ ഇന്ത്യക്കാരിൽ ഭൂരിഭാഗം പേരെയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുവാനും പൗരത്വം കൊടുക്കുവാനും ഇംഗ്ലണ്ട് തയ്യാറായി. അങ്ങനെയാണ് ഇംഗ്ലണ്ടിൽ ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിച്ചത്. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ 19 ലക്ഷം ഇന്ത്യൻ വംശജരുണ്ട്. ഇന്ത്യക്കാരനായ ഋഷി സുനാക്കിന് പ്രധാനമന്ത്രിയാവാൻ കഴിഞ്ഞത് ഈ ഒരു കാരണം കൊണ്ടാണ്.